ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പയർച്ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പയർച്ചെടി നല്ല ആരോഗ്യത്തോടെ വളരുവാനും കീടബാധകളൊന്നുമില്ലാതെ ചുവട്ടിൽ നിന്ന് തന്നെ പയറുണ്ടാകാനുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലാണ് ഞാൻ പയർ കൃഷി ചെയ്തിരിക്കുന്നത്. എങ്കിലും കണ്ടില്ലേ, നിറയെ പയറുകളുണ്ട്. ഓരോ ചില്ലയിലും പയറുണ്ടായി കിടക്കുകയാണ്, പൂക്കളുമുണ്ട്. പയറിനെ ബാധിക്കുന്ന പ്രധാന കീടം മുഞ്ഞയാണ്. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടിയെ രക്ഷിച്ച് കിട്ടുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ അത് വരാൻ കാത്തു നിൽക്കാതെ അത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പയർ ചെടിയെ സംരക്ഷിച്ചു തുടങ്ങണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവുകൾ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ പല പല വീഡിയോസിലും പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഒരുമിച്ച് പരീക്ഷിക്കാതെ പല പല ഘട്ടങ്ങളിലായിട്ട് എല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിളവുകൾ കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പണ്ടത്തെ ആളുകൾ കൃഷിയിൽ ചെയ്തിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പുളിച്ച കഞ്ഞിൻ്റെ വെള്ളമാണ്. ഇപ്പോൾ കൃഷിയിൽ സഹായിക്കാൻ എൻ്റെ മോള് കൂടെയുണ്ട്. മോളുടെ സൗണ്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഞാനിപ്പോൾ പയർച്ചെടിയിലോട്ട് മാത്രമാണ് എടുക്കുന്നത്, അതാണിപ്പോൾ കുറച്ചെടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും ഉപയോഗിക്കാം, ചീരച്ചെടിക്ക് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ചാരമാണ്. ചാരം കൊടുക്കുന്നത് വഴി ചെടികളിൽ ധാരാളം പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുവാൻ സഹായിക്കുന്നു. ഇത് ചീരക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചാരം ചീരക്ക് ഉപയോഗിച്ചാൽ അത് വളരെ പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ മഞ്ഞളും ചാരവും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. ഇത് നമുക്ക് കീടനാശിനിയായിട്ടും വളമായിട്ടും രണ്ട് രീതിയിൽ ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് ഒരു കുപ്പിയിലോട്ട് ഒഴിക്കുക. ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ആഡ് ചെയ്യുക. ഇതൊരു കീടനാശിനിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സ്പ്രെയറിലോട്ട് മാറ്റി നന്നായിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ സ്പ്രെയറിലോട്ട് മാറ്റാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇലകളിലും തണ്ടുകളിലും ഒക്കെ അടിച്ചു കൊടുക്കാം. വളമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചുവട്ടിൽ ഒഴിക്കാനാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ആഡാക്കണം. തളിക്കാനാണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്താൽ മതിയാവും. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഇത് സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു. അപ്പോൾ ഇത് അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പയർ പിടിക്കുകയും ഇതുപോലെ എന്നും വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.